തെരഞ്ഞെടുപ്പ് മാമാങ്കം മുറുകിക്കൊണ്ടിരിക്കുകയാണ്. അതെ, എനിക്ക് തോന്നുന്നു തിരുവനന്തപുരം നഗരസഭയിൽ കോർപ്പറേഷനിൽ ഏറ്റവും ടൈറ്റ് ഫൈറ്റ് നടക്കുന്നത് പേട്ടയിലാണ്. അതെ, നല്ല മത്സരമാണ് നടക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ഒരാഴ്ചക്കാലത്തെ നമ്മുടെ ജനങ്ങളുടെ ഇടയിലേക്ക് ഒന്ന് ചെന്നപ്പോഴത്തേക്ക് ജനങ്ങൾ നല്ല രൂപത്തിലുള്ള ഒരു സ്വീകരണമാണ് നൽകുന്നത്. ഉള്ളി തട്ടിയിട്ടുള്ള ഒരു അംഗീകാരം തരികയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ഇവിടെ ഈ പേട്ട വാർഡെന്ന് പറയുന്നത് നഗരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൃദയഭാഗത്തിൽ വരുന്ന ഒരു വാർഡാണ് ഈ വാർഡെന്ന് പറയുന്നത്. നമ്മൾ തൊട്ടടുത്താണ് മെട്രോ റെയിൽ വരാൻ വേണ്ടിയിട്ട് പോകുന്നത്. അത് കേരളത്തിലെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതോടുകൂടി തന്നെ ഒരു സ്വപ്ന പദ്ധതി എന്നുള്ള രൂപത്തിൽ, ഒരു സ്വപ്നയാത്ര എന്നുള്ള രൂപത്തിൽ ജനം മനസ്സിൽ തട്ടിയിട്ട് എപ്പോഴ് ഈ പറയുന്ന മെട്രോ റെയിലാകും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് ചോദിക്കുകയാണ്. വരാൻ പോകുന്ന നാളുകളിൽ കോർപ്പറേഷൻ്റെ അതുപോലെ തന്നെ മറ്റ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും ഏറ്റവും വലിയ ഒരു ഡ്രീം പ്രോജക്റ്റായി മാറുകയാണ് മെട്രോ റെയിലെന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ പറയുന്നത് പോലെ തന്നെ പലരും വിഴിഞ്ഞം സീപോർട്ട് യാഥാർത്ഥ്യമായതിലുള്ളൊരു സന്തോഷം അവർ പങ്കുവയ്ക്കുന്നുണ്ട്. ഒരു ലോകത്ത് തന്നെ ഒരു 10 പോർട്ടുകളിൽ ഒന്നായി മാറുകയാണ് ചെയ്യുന്നത്. നമ്മുടെ വിമാനത്താവളം ഇപ്പോൾ കുറേ കൂടി സ്ഥലമെടുത്ത് അക്വയർ ചെയ്തിട്ട് കുറേ കൂടി ഒരു ഇൻ്റർനാഷണൽ ലെവലിലേക്ക് അത് വലിയ എയർപോർട്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. നമ്മുടെ 43 സ്മാർട്ട് റോഡുകളായി. അപ്പോൾ അതിൻ്റെ തന്നെ പേട്ടയിൽ നിന്ന് ബെൺപാലവട്ടത്തേക്കുള്ള റോഡ് 250 കോടി രൂപയുടെ പ്രോജക്റ്റ് ഇപ്പോൾ ഒരു 3 മാസം കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ പണി പൂർത്തീകരിച്ചത് ഉദ്ഘാടനം നടത്താൻ വേണ്ടിയിട്ട് പോവുകയാണ്. റോഡ് വൈഡനിങ് സംസ്ഥാന സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്കൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ഇടതുമുന്നണിയുടെ ചരിത്രത്തിൽ ആദ്യമായി എൻ്റെ അനുഭവത്തിൽ മാനിഫെസ്റ്റോ മുക്തമാകുന്ന കേരളം. അതെ, മാനിഫെസ്റ്റോ ആ രൂപത്തിലേക്ക് വരികയാണ്. ഇപ്പോൾ തന്നെ അതിദരിദ്രരായിട്ടുള്ള ആളുകളെ നമ്മൾ ഇതിനകത്തുനിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പോൾ വരാൻ പോകുന്ന കോർപ്പറേഷനും സംസ്ഥാന ഗവൺമെൻറ്റും ഒക്കെ ശ്രമിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ദരിദ്രരായിട്ടുള്ള ആളുകളെ കൂടി ഇതിനകത്തുനിന്ന് കണ്ടെത്തി അവരെ കൂടി അതിനകത്തുനിന്ന് നമ്മുടെ ആ പട്ടികക്കകത്തുനിന്ന് ഒഴിവാക്കി ജീവിതത്തിൻ്റെ നല്ല നിലയിലേക്ക് മെച്ചമായിട്ടുള്ളൊരു ജീവിതം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ കോർപ്പറേഷൻ തന്നെ ഇപ്പോൾ 10 ലക്ഷം ആളുകളാണ് താമസിക്കുന്നത്. ഏകദേശം 1 ലക്ഷം ആളുകൾക്ക് ഈ പറയുന്നത് പോലെ തന്നെ ഇവിടെ ഈ പറയുന്നത് പോലെ തന്നെ വീടും അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഈ പറയുന്നത് പോലെ തന്നെ ക്ഷേമ പെൻഷനും അങ്ങനെ പലതരത്തിലും പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ആളുകളെ പിടിച്ച് കൈ ഓർത്ത് കൊണ്ടുവരുന്ന ജീവിതത്തിലേക്ക് അവരെ കൂടി സമൂഹത്തിൻ്റെ എല്ലാ തരത്തിലും അവരുടെ ജീവിതം നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു തുടർച്ചയാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. മറ്റ് രാഷ്ട്രീയ കക്ഷികൾ നടത്തുന്ന പ്രചരണത്തിൽ നിന്ന് വ്യത്യസ്തമായി ഞാൻ കണ്ടത് ക്ഷേമ പെൻഷൻ വാങ്ങിയ ആളുകൾ, അതുപോലെ വീട് മെയിൻ്റനൻസിന് സർക്കാർ പൈസ കൊടുത്ത ആളുകൾ, വീട് കിട്ടിയ ആളുകൾ, അവരൊക്കെ പാർട്ടിക്കും രാഷ്ട്രീയത്തിനും ജാതിക്കും മതത്തിനുമൊക്കെ അതീതമായി വീടാന്തരം കയറി ഇടതുമുന്നണിക്ക് വോട്ട് അഭ്യർത്ഥിക്കുന്നുണ്ട്. പേട്ടയിൽ അത്തരം കാഴ്ച ഞാൻ കണ്ടു. അത് എത്രമാത്രം പ്രതീക്ഷ നൽകുന്നുണ്ട്? അല്ല, അത് സ്വാഭാവികമല്ലേ. അവർ അനുഭവിച്ചതാണല്ലോ ഈ വികസനവും ഈ പറഞ്ഞ ക്ഷേമ പ്രവർത്തനങ്ങളും എല്ലാം അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിച്ച് കേരളത്തിലെ മുഖ്യമന്ത്രിയും കഴിഞ്ഞ ആര്യയുടെ നേതൃത്വത്തിലുള്ള നഗരസഭയും ഇപ്പോഴത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും ഒക്കെ ആയിട്ടുള്ള ഇവിടുത്തെ കൗൺസിലറായിട്ടുള്ള സുജയദേവിയൊക്കെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ സത്യത്തിൽ ആളുകൾ അംഗീകരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ കൗൺസിലർ സുജയദേവിയൊക്കെ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് അവരുടെ ഒരു കുടുംബ അംഗത്തെ പോലെയാണ് അവർ മാറുന്നത്. അത്രത്തോളം ചേർത്ത് പിടിക്കുകയാണ്. അത് സ്വാഭാവികമായിട്ട് ഈ പ്രാവശ്യം ചരിത്രത്തിൽ ഏറ്റവും നല്ല വിജയമായിരിക്കും ഈ നഗരസഭയ്ക്കകത്ത് വരാൻ പോകുന്ന ദിവസത്തിൽ ഉണ്ടാകാൻ പോകുന്നതെന്നുള്ളതാണ്. പേട്ട വാർഡിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ദീപക് SPS സംബന്ധിച്ച് ജനങ്ങളുമായുള്ള ബന്ധം എടുത്ത് പറയേണ്ട ഒന്നല്ല. SFI കാലം മുതൽ, സർവകലാശാല തലം മുതൽ, പിന്നീട് അഭിഭാഷകനായും ശിശുക്ഷേമ സമിതിയിലുമൊക്കെ തന്നെ ജനങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ജനകീയ പ്രവർത്തനങ്ങളിൽ വളരെയധികം നേതൃരംഗത്ത് പ്രവർത്തിച്ച അനുഭവ സമ്പത്താണ് SP ദീപകിനെ ജനകീയനാക്കുന്നതും നമ്മളീ കാണുന്ന ആളുകളുടെ സ്വീകാര്യത വർദ്ധിപ്പിക്കുന്നതും. ഈ വാർഡിൽ പൊതുവെ ശക്തമായ ത്രികോണ മത്സരം. തിരുവനന്തപുരം നഗരസഭയുടെ ഹൃദയഭാഗത്തോട് ചേർന്ന് കിടക്കുന്ന പേട്ട വാർഡിൽ UDFനും അതുപോലെ തന്നെ NDAയ്ക്കും ശക്തരായ സാരഥികളെയാണ് നിർത്തിയിട്ടുള്ളത്. പക്ഷേ അവർക്കൊക്കെ തന്നെയും പ്രത്യേകിച്ച് UDF കാൻഡിഡേറ്റിന് അഴിമതിയുടെ ഒരു ഛായ ജനങ്ങൾ നൽകുന്നുണ്ട്.
ക്ഷേമ പെൻഷനിൽ നിന്ന് പോലും 500 രൂപ പോക്കറ്റ് മണിയായി അല്ലെങ്കിൽ ചെലവ് കാശായി വാങ്ങുന്ന ആൾ, വീട്ടിൽ ഇലക്ട്രിസിറ്റി ബില്ലടയ്ക്കാൻ കാശില്ല എന്ന് പറഞ്ഞിട്ട് ആളുകളിൽ നിന്ന് പണപ്പിരിവ് നടത്തുന്ന ആൾ, അങ്ങനെയൊക്കെ ഡി അനിൽകുമാർ എന്ന UDF കാൻഡിഡേറ്റിന് ജനങ്ങൾ വളരെ മോശം ഒരു ഇമേജ് ഇതിനകം തന്നെ ചാർത്തി നൽകിക്കഴിഞ്ഞു. അശോക് കുമാർ ഇവിടെ മത്സരിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിനും ജനപിന്തുണ ആർജിക്കുന്നതിൽ വളരെയധികം പിന്നാക്കമാണ് നിൽക്കുന്നത്. മറ്റൊന്നുമല്ല, BJPയുടെ സ്ഥാനാർത്ഥി നിർണയത്തിലെ പ്രശ്നങ്ങൾ പല ഭാഗങ്ങളിലും പ്രവർത്തന സമ്പന്നരായ, ഈവൻ പേട്ടയിൽ പോലും BJPക്ക് ആളുകൾ ഉണ്ടായിരുന്നിട്ട് അവരെ മാറ്റി മറ്റൊരാളെ ഇവിടെ കൊണ്ട് സ്ഥാനാർത്ഥിയാക്കി എന്ന വികാരമാണ് NDA ക്യാമ്പുകളിൽ, അതായത് ദേശീയ ജനാധിപത്യ ക്യാമ്പുകളിലും ഉയർന്നു കേൾക്കുന്നത്. ഏതായാലും ഡിസംബർ 9-ന് പേട്ട വാർഡ് പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ ദീപക് SP-യുടെ അനുഭാവികളും ദീപക് SP-ക്ക് ജൈവിളികളുമാകും 13-ാം തീയതി മുഴങ്ങുക എന്ന കാര്യത്തിൽ ഇടതുമുന്നണിക്ക് യാതൊരു സംശയവും ഇല്ല. അവരുടെ പ്രചരണ ചൂടിൽ നിന്ന് അത് നമുക്ക് വ്യക്തമാവുകയും ചെയ്യും. ക്യാമറാമാൻ അനിൽകുമാറിനൊപ്പം BS ജോയ്, വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.